വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. എം.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിളിതങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുന്നതാണ്. അപ്പോൾ എം.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ പല വീഡിയോകളും ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എം.എഡ് കോഴ്സ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ MG യൂണിവേഴ്സിറ്റി, കേരള, കണ്ണൂർ എന്നീ 4 യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഈ ഒരു 4 യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ B.Ed കോഴ്സ് അല്ലെങ്കിൽ DLED ശ്രദ്ധിക്കുക. TTC അതായത് DLED കോഴ്സ് അല്ലെങ്കിൽ B.Ed കോഴ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് M.Ed കോഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പല വിദ്യാർത്ഥി സംശയമായിരിക്കും, DLED കഴിഞ്ഞാൽ B.Ed ഇല്ലാതെ എങ്ങനെ M.Ed എടുക്കാൻ പറ്റുമെന്നുള്ളത്. നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ M.Ed കോഴ്സ് ചെയ്യുവാൻ, അതായത് B.Ed അല്ലെങ്കിൽ DLED പ്ലസ് ഡിഗ്രി, അതായത് DLED കൂടി ഡിഗ്രി കൂടി ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് M.Ed കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ 50% മാർക്കോടുകൂടിയുള്ള അതായത് B.Ed ക്വാളിഫിക്കേഷനാണ് M.Ed കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് M.Ed കോഴ്സിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ, അതായത് ടീച്ചിങ് മേഖലയിൽ ജോബ് സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് M.Ed എന്ന് പറയുന്നത്. കാരണം ഇൻ്റഗ്രേറ്റഡ് B.Ed ഉൾപ്പെടെയുള്ള പല മാറ്റങ്ങളും B.Ed മേഖലയിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടീച്ചിങ് മേഖലയിൽ ഒരുപാട് വേക്കൻസികളാണ് ഇനി അങ്ങോട്ട് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ M.Ed പരമാവധി താല്പര്യമുള്ള അത്തരത്തിൽ B.Ed, അതായത് ഇൻ്റഗ്രേറ്റഡ് B.Ed സ്റ്റുഡൻസിനൊക്കെ ടീച്ച് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ്. അവരൊക്കെ M.Ed കോഴ്സ് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സമയത്ത് ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ M.Ed കോഴ്സ് സംബന്ധമായിട്ടുള്ള സ്റ്റാറ്റസ് നോക്കാം. സ്വാഭാവികമായിട്ട് M.Ed കോഴ്സ് നിലവിൽ വിദ്യാർത്ഥികളുടെ B.Edൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമലായിട്ടുള്ള അഡ്മിഷനാണ് ഇനി വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഓൾറെഡി ഇപ്പോൾ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ M.Ed കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. നിലവിൽ ജൂൺ മാസം 20-ാം തീയതി വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് 50% B.Ed മാർക്കുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും, ഇനി അഥവാ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും, അതായത് 2ാം വർഷ വിദ്യാർത്ഥികളാണെങ്കിലും B.Ed റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഈ പറയുന്ന M.Ed കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നോർമലായിട്ടുള്ള ഫീസ് SC വിഭാഗത്തിന് 300, ജനറൽ വിഭാഗത്തിന് 600 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി ഇതിൻ്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സീറ്റ് വളരെ പരിമിതമാണ്. അതായത് 35 സീറ്റുകൾ മാത്രമാണ് ജനറലായിട്ട് M.Ed കോഴ്സിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വിദ്യാർത്ഥികളുടെ എൻട്രൻസ് പരീക്ഷ, അതായത് സ്വാഭാവികമായിട്ടും ഇവിടെ വിദ്യാർത്ഥികൾ B.Edൻ്റെ മാർക്കും കൂടാതെ എൻട്രൻസ് പരീക്ഷ വെച്ചിട്ടാണ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് M.Ed സീറ്റ് നൽകുന്നത്. എന്നാൽ സ്വാഭാവികമായും അപേക്ഷകർ വളരെ കുറവാണെങ്കിൽ എൻട്രൻസ് പരീക്ഷ നടത്താറില്ല. ഡയറക്റ്റ് വിദ്യാർത്ഥികളെ B.Ed കോഴ്സിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് M.Ed കോഴ്സ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത്. അതിനായിട്ട് അപേക്ഷ കൊടുക്കാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു പേജിലോട്ട് പോകുവാൻ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ M.Ed അഡ്മിഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. ഏകദേശം 300-ന്റെ അടുത്ത് സീറ്റുകളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ M.Ed കോഴ്സിന് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഏറ്റവും കൂടുതൽ സീറ്റ് 450-ന് മുകളിൽ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് DLED ഉള്ളവർക്കും ഈ പറയുന്ന M.Ed കോഴ്സിന് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ DLED വിദ്യാർത്ഥികൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ M.Ed കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ MG യൂണിവേഴ്സിറ്റിയും ഈ ഒരു രീതിയിൽ തന്നെ M.Ed കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കണ്ണൂർ ഒഴികെയുള്ള കാലിക്കറ്റ്, കേരള, MG ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിക്ക് നോർമലായിട്ട് M.Ed കോഴ്സിന് അഡ്മിഷൻ വിളിക്കുക ഏകദേശം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഒരു സമയത്താണ്. അപ്പോൾ ആ സമയത്ത് M.Ed കോഴ്സിന് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നിലവിൽ B.Ed അല്ലെങ്കിൽ DLED ഉള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അപേക്ഷ കൊടുക്കുക. നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു DLED വിദ്യാർത്ഥികൾക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം കൂടെ ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.